ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് അഡ്ജക്റ്റീവ്സ് ആൻഡ് ദെയർ പ്രിപ്പോസിഷൻ ആണ് നോക്കുന്നത്. അഡ്ജക്റ്റീവ് ഫോളോഡ് ബൈ വിത്തിന് ഫോളോ ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് നോക്കാം. ആംഗ്രി വിത്ത്, അസോസിയേറ്റഡ് വിത്ത്, ബോർഡ് വിത്ത്, ബ്ലെസ്ഡ് വിത്ത്, കൺഫ്രണ്ടഡ് വിത്ത്, കണ്ടന്റ് വിത്ത്, crowded with, delighted with, disappointed with, fed up with, familiar with, furious with, pleased with, popular with, satisfied with. അടുത്തത് adjectives followed by in. Disappointed in, experienced in, interested in, involved in, polite in, impolite in, present in, skilled in, slow in, successful in, talented in. അടുത്തത് adjectives followed by to. Accustomed to, addicted to, allergic to, committed to, dedicated to, indifferent to, kind to, married to, opposite to, receptive to, related to, similar to, superior to, unfriendly to. അടുത്തത് adjective followed by of. Afraid of, ashamed of, aware of, capable of, certain of, conscious of, envious of, independent of, jealous of, kind of, nice of, proud of, scared of, silly of, city of, typical of. അടുത്തത് adjectives followed by from. Absent from, different from, free from, made from, protected from, safe from. അടുത്തത് adjectives followed by for. Eager for, eligible for, famous for, grateful for, notorious for, prepared for, ready for, responsible for, respected for, sorry for, suitable for, thankful for. അടുത്തത് adjectives followed by. Amazed by, delighted by, disturbed by, excited by, fascinated by, impressed by, inspired by, astonished by, shocked by, surprised by. അടുത്തത് adjectives followed by about. Angry about, anxious about, enthusiastic about, excited about, furious about, happy about, mad about, nervous about, pessimistic about, sad about, serious about, upset about, worried about. അടുത്തത് adjectives followed by at. Amazed at, angry at, annoyed at, awful at, bad at, brilliant at, clever at, delighted at, disappointed at, excellent at, excited at, good at, hopeless at, mad at, pleasant at, shocked at, skilled at, successful at, surprised at, terrible at, slow at. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയ്തർ സിനു നോർ റിതു ഡാഷ്. ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ: ഓപ്ഷൻ എ നോ, ബി നോസ്, സി നോൺ, ഡി നൺ ഓഫ് ദം. ഇതിൻ്റെ ആൻസർ ബി ആണ്, നോസ്. അതിലെ വിശദീകരണം നോക്കാം. സബ്ജക്റ്റ് പാർട്ടിലെ രണ്ട് നൗൺസിനെ നെയ്തർ അല്ലെങ്കിൽ നോർ കൊണ്ട് യോജിപ്പിച്ചാൽ രണ്ടാമത്തെ നൗണിനെ അടിസ്ഥാനമാക്കിയാണ്. സിംഗുലർ വെർബ് വേണമോ പ്ലൂറൽ വെർബ് വേണമോ എന്ന് തീരുമാനിക്കുക. ഇവിടെ രണ്ടാമതായി വന്ന ഋതു ഏകവചനമായതിനാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. സബ്ജക്റ്റിന് ശേഷം വരുന്ന നോൺ
ഓക്സിലറി വെർബ് ഇല്ലാതെ ഉപയോഗിക്കാനാവില്ല. വാക്യത്തിൽ ഓക്സിലറി ഇല്ലതാനും. രണ്ടാമത്തെ, രവി സെഡ് ഐ ആം ഗോയിങ് ടു ബാക്ക് നെക്സ്റ്റ് വീക്ക്. ഓപ്ഷൻ എ, രവി സെഡ് ദാറ്റ് ഹി വാസ് റിട്ടേണിംഗ് ദ ഫോളോയിങ് വീക്ക്. ബി, രവി സെഡ് ദാറ്റ് ഹി വിൽ ബി റിട്ടേണിംഗ് ദ ഫോളോയിങ് വീക്ക്. സി, രവി സെഡ് ദാറ്റ് ഹി ഈസ് റിട്ടേണിംഗ് ദ ഫോളോയിങ് വീക്ക്. ഡി, രവി സെഡ് ദാറ്റ് ഹി ഷാൽ ബി റിട്ടേണിംഗ് ദ ഫോളോയിങ് വീക്ക്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശദീകരണം നോക്കാം. ഐ ആം ഗോയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് റിപ്പോർട്ട് സ്പീച്ചിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ആമിൻ്റെ പാസ്റ്റ് ഫോം വാസ് വെയറാണ്. ഓപ്ഷനുകളിൽ ഒന്നിൽ മാത്രമാണ് വാസ് ഉള്ളത്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ, രവി സെഡ് ദാറ്റ് ഹി വാസ് റിട്ടേണിംഗ് ദ ഫോളോയിങ് വീക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. മൂന്നാമത്തെ, ഐ ആം ന്യൂ ടു ദിസ് പ്ലേസ്. I have not dash adjusted to the climate. Option A, now. B, yet. C, just. D, only. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, yet ആണ്. അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് നെഗറ്റീവ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ് yet. 4, the temple is dash down the lane. ഓപ്ഷൻ എ, ഫാർദർ. ബി, ലിറ്റിൽ. സി, എ ലിറ്റിൽ. ഡി, ഫർദർ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഫാർദർ ആണ്. അതിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ അകലത്തെ കാണിക്കാൻ എന്നൊരു അർത്ഥമാണ്. ഫാർദർ, അഡീഷണൽ എന്ന അർത്ഥത്തിൽ ഫർദർ എന്നും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഫർദർ ഇൻഫർമേഷൻ വിൽ ബി ഫോർവേഡ് സൂൺ. അഞ്ചാമത്തെ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡാഷ് അൾട്ടിമേറ്റ് പണിഷ്മെൻറ്റ് ഫോർ എനി ക്രൈം. ഓപ്ഷൻ എ, ബി ആൻഡ് സി, ദ. ഡി, നൺ ഓഫ് ദീസ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ദാ വരും. എൻ്റെ സൂപ്പർലേറ്റീവ് അർത്ഥം ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ പരമമായ എന്നുള്ളതാണ്. അതിൻ്റെ പരമമായ എന്നുള്ളത് സൂപ്പർലേറ്റീവ് അർത്ഥം വരുന്ന വാക്കാണ് അൾട്ടിമേറ്റ്. അതിനാൽ ദാ ഉപയോഗിക്കണം. ആറാമത്തെ, pick out the sentence which is grammatically correct. Option A, one should not waste his time. B, the boy who does best, he will get a prize. C, I asked for his book but he did not lend me. D, he has been studying hard for the last 2 weeks. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹി ഹാസ് ബീൻ സ്റ്റഡിങ് ഹാർഡ് ഫോർ ദ ലാസ്റ്റ് 2 വീക്സ്. അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് വൺ ഷുഡ് നോട്ട് വേസ്റ്റ് വൺസ് ടൈം. ദ ബോയ് ഹു ഡസ് ദ ബെസ്റ്റ് വിൽ ഗെറ്റ് എ പ്രൈസ്. ഐ ആസ്ക്ഡ് ഫോർ ഹിസ് ബുക്ക് ബട്ട് ഹി ഡിഡ് നോട്ട് ലെൻഡ് ഇറ്റ് ടു മീ എന്നിവയാണ്. ബാക്കി 3 ഉത്തരങ്ങളിൽ വ്യാകരണപരമായ ശരിയായ വാക്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേർഡ് വിച്ച് ഇസ് നോട്ട് എ സൈനോണിം ഓഫ് മോഡസ്റ്റ്. ഓപ്ഷൻ എ, ഇൻ്റലിജൻറ്റ്. ബി, ഷൈ. സി, സൈലൻറ്റ്. ഡി, ടൈമിഡ്. ആൻസർ ഓപ്ഷൻ ബി, ഷൈ. ഗീവ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ തിങ്സ് ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ. ഓപ്ഷൻ എ, ഹോമോജീനിയസ്. ബി, യൂണിഫോം. സി, ഹെട്രോജീനിയസ്. ഡി,
compatible. Answer option C, heterogeneous. അടുത്ത ക്വസ്റ്റ്യൻ 9. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്. ഹി ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ക്ലബ്. ഓപ്ഷൻ എ എൽഡസ്റ്റ്, ബി ഓൾഡ്, സി ഓൾഡസ്റ്റ്, ഡി എൽഡർ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓൾഡസ്റ്റ് ആണ്. അതിൻ്റെ വിശദീകരണം നോക്കാം. അതായത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ എൽഡസ്റ്റ്, ഓൾഡസ്റ്റ് എന്നിവയാണ് സൂപ്പർലേറ്റീവ് വേർഡ്സ് എന്ന് നമുക്കറിയാം. അതിൽ വാക്യത്തിൽ ദ ഉള്ളതിനാൽ സൂപ്പർലേറ്റീവ് വേർഡ് ഉപയോഗിക്കണം. കുടുംബബന്ധം കാണിക്കുമ്പോഴാണ് എൽഡസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ അത് വരാത്തതിനാൽ നമ്മൾ ഓൾഡസ്റ്റ് ഉപയോഗിക്കുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. മാനേസ് റിവൽ true character. Option A, true character is revealed by manners. B, good manners reveal good character. C, true manner reveal character. D, it is manners that reveal character. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ആദ്യത് മാത്രമാണ് പാസീവിലുള്ളത്. ബാക്കി 3 ആക്റ്റീവ് വോയിസിലാണ്. ബി പ്ലസ് വെർബ് 3 വന്നാൽ മാത്രമാണ് പാസീവ് വോയിസ് വരിക. ഈസ് റിവീൽഡ് എന്ന് പറയുമ്പോൾ ഈസ് എന്നത് ബിയുടെ പ്രസൻറ്റ് ഫോമാണ്. 11ാമത്തെ നോക്കാം. യു മസ്റ്റ് അറ്റൻഡ് ഡാഷ് ഹിസ് ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ എ ഓഫ്, ബി ഓൺ, സി ടു, ഡി 4. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2 ആണ്. യു മസ്റ്റ് അറ്റൻഡ് ടു ഹിസ് ഇൻസ്ട്രക്ഷൻസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. വി ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. ഓപ്ഷൻ എ ഈസ് ഇൻ ഇറ്റ്, ബി ഹാവ് ഇൻ വി, സി ഡോൺ വി, ഡി ഡിഡിൻ വി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഹാവ് ഇൻ വി. ഇത് എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ടാഗിൽ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി അത് നേരെ തിരിച്ച് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. 3ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് റോങ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡു യു തിങ്ക്, ബി ഈസ് ഗെറ്റിംഗ്, സി മോർ വേഴ്സർ, ഡി ഡേ ബൈ ഡേ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി മോർ വേഴ്സർ. അതിൻ്റെ വിശദീകരണം നോക്കാം. ബാഡിൻ്റെ കമ്പാരിറ്റീവ് വേർഡ് വോഴ്സ് ആണ്. ഇതിൻ്റെ കൂടെ മോർ ഉപയോഗിക്കേണ്ടതില്ല. വോഴ്സർ എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുമില്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 14ാമത്തെ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെയാണ്. പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് റോങ് ആയിട്ടുള്ള പാർട്ട് കണ്ടുപിടിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ. കൊൽക്കത്ത. എ, ബി ഈസ് സ്റ്റാൻഡിങ്, സി ഓൺ ദ റിവർ, ഡി ഹൂഗ്ലി. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ഈസ് സ്റ്റാൻഡിങ്. വിശദീകരണം എന്ന് പറയുന്നത് സ്ഥായിയായ കാര്യം പറയുമ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കരുത്, പകരം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കണം. അതിനാൽ സ്റ്റാൻഡ്സ് എന്നതാണ് എൻ്റെ ശരി ഉത്തരം. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആൻറ്റോണിയം ഓഫ് പ്രെഡിസസർ? സ്പെല്ലിംഗ് PREDECESSOR. ഓപ്ഷൻ എ descendant, B successor, C ancestor, D ascendant. Answer option B successor.
16 question. It was steep dash into the curve. Option A descent, B descent, C descent, D descent. എൻ്റെ ഓപ്ഷൻ എയുടെ ഡീസെൻ്റ് സ്പെല്ലിംഗ് DESCENT. രണ്ടാമത്തെ ഡീസെൻ്റ് സ്പെല്ലിംഗ് DISSENT. സിയുടെ സ്പെല്ലിംഗ് DECENT. ഓപ്ഷൻ ഡിയുടെ സ്പെല്ലിംഗ് DESCENT. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, DESCENT. ഇതെല്ലാവരെയും കൺഫ്യൂഷൻ ആക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ടു കം ഓർ ഗോ ഡൗൺ ഫ്രം എ ഹയർ ടു ലോവർ ലെവൽ, അതായത് താഴോട്ടിറങ്ങുക. ഡിസെൻ, DISSENT. എൻ്റെ ഇത് ഫുൾ മീനിങ് എക്സ്പ്രസ് ഡിസഗ്രിമെൻറ്റ്, അതായത് വിയോജിക്കുക എന്നുള്ളൊരർത്ഥമാണ്. ഡീസെൻ, DECENT. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മോറലി അക്സെപ്റ്റബിൾ, അതായത് മാന്യമായ എന്നുള്ളൊരർത്ഥമാണ്. ഡീസെൻ, DESCENT. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് എ സ്ലോപ്പ് ഗോയിങ് ഡൗൺവേർഡ്സ്, അതായത് ഇറക്കം എന്നുള്ളൊരർത്ഥമാണ്. ഇത്രയും ഇതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ആവശ്യക്കാർ അത് എഴുതി വെക്കുവാണെങ്കിൽ മറന്നു പോകാണ്ടിരിക്കും. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഫോർ ദ ഫോളോയിങ്. ദ സ്ട്രേഞ്ചസ് സെഡ് ടു മീ വാട്ട് ഈസ് യുവർ നെയിം. ഓപ്ഷൻ എ വാട്ട് മൈ നെയിം ഈസ്, ബി വാട്ട് ഈസ് മൈ നെയിം, സി വാട്ട് മൈ നെയിം വാസ്, ഡി വാട്ട് വാസ് യുവർ നെയിം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, വാട്ട് മൈ നെയിം വാസ്. അത് വിശദീകരണം നമുക്ക് നോക്കാം. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ ഈസ്, റിപ്പോർട്ട് സ്പീച്ചിൽ വാസായി മാറണം. ഉത്തരങ്ങളിൽ 3ലും 4ലും വാസ് കാണാം. 4ാമത്തെ ഉത്തരം ഒരു ചോദ്യവാക്യത്തിൻ്റെ പദഘടനയിലാണ് ഉള്ളത്. റിപ്പോർട്ട് സ്പീച്ചിൽ ഇത്തരം പദഘടന പറ്റില്ല, പകരം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പദഘടന വരണം. 3ാമത്തെ ഉത്തരത്തിലാണ് ഈ പദഘടന ഉള്ളത്. ചോദ്യവാക്കിന് ശേഷം ഓക്സിലറി വെർബ് വരുന്നത് ചോദ്യവാക്യത്തിൻ്റെ പദഘടനയാണ്. ചോദ്യവാക്കിന് ശേഷം നൗണും തുടർന്ന് ഓക്സിലറി വെർബും വരുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പദഘടന എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 18. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് സ്പെൽഡ് കറക്റ്റ്ലി. മെയിൻ്റനൻസ്, സ്പെല്ലിംഗ് MAINTANANCE, ബി മെയിൻ്റനൻസ് സ്പെല്ലിംഗ് MAINTAINANCE, ഓപ്ഷൻ സി MAINTENANCE, ഓപ്ഷൻ ഡി MAINTINANCE. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പെല്ലിംഗ് MAINTENANCE. ഇതാണ് കറക്റ്റ് സ്പെൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ചേഞ്ച് ദ വോയിസ് മാറ്റാൻ. വൺ വേ അക്കോംപ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട്. ഓപ്ഷൻ എ വൺ ക്യാൻ അക്കംപ്ലിഷ് എനിത്തിങ് വിത്ത് എഫേർട്ട്, ബി വിത്ത് എ ലിറ്റിൽ എഫേർട്ട് എനിത്തിങ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്, സി വൺ ക്യാൻ അക്കംപ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട്, ഡി വിത്ത് എ ലിറ്റിൽ എഫേർട്ട് എനിത്തിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വിത്ത് എ ലിറ്റിൽ എഫേർട്ട് എനിത്തിങ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്. അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. മേ അക്കോംപ്ലിഷ് എന്ന വെർബാണ് പാസീവിലേക്ക് മാറ്റേണ്ടത്. ഇതിൻ്റെ പാസീവ് വരേണ്ടത് മേ ബി അക്കംപ്ലിഷ്ഡ് എന്നാണ്. എന്നാൽ ഉത്തരങ്ങളിൽ മേയ്ക്ക് പകരം ക്യാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് വരുന്നതാണ് തിരഞ്ഞെടുക്കേണ്ടത്.
ഒന്നാമത്തെയും മൂന്നാമത്തെയും ഉത്തരങ്ങൾ ആക്റ്റീവാണ്. നാലാമത്തേത് പാസീവാണെങ്കിലും ടെൻസ് മാറിയിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓൾഡ് മാൻ വാസ് ഓവർ വെൽംഡ് ഡാഷ് ഗ്രീവ് അറ്റ് ഹിസ് സൺസ് ഡെത്ത്. ഓപ്ഷൻ എ ഇൻ, ബി വിത്ത്, സി ഓഫ്, ഡി ബൈ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വിത്താണ്. ദ ഓൾഡ് മാൻ വാസ് ഓവർവെൽംഡ് വിത്ത് ഗ്രീഫ് അറ്റ് ഹിസ് സൺസ് ഡെത്ത്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഹിസ് ന്യൂ കാർ ലുക്സ് മോർ ഡാഷ് ആൻ എയ്റോപ്ലെയിൻ. ഓപ്ഷൻ എ അസ്, ബി നിയർ, സി സിമിലർ, ഡി ലൈക്ക്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലൈക്ക് ആണ്. ഹിസ് ന്യൂ കാർ ലുക്സ് മോർ ലൈക്ക് ആൻ എയ്റോപ്ലെയിൻ. 22. റാം ഈസ് ഡാഷ് ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. ഓപ്ഷൻ എ ബ്രൈറ്റ്, ബി ബ്രൈറ്റർ, സി ബ്രൈറ്റസ്റ്റ്, ഡി നൺ ഓഫ്. ആൻസർ ഓപ്ഷൻ ബി ബ്രൈറ്റർ. റാം ഈസ് ബ്രൈറ്റർ ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. 23. ഹോഴ്സ് ഡാഷ് ഈസ് എ യൂസ്ഫുൾ ആനിമൽ. ഓപ്ഷൻ എ ബി ആൻഡ്, സി ദ, ഡി നൺ ഓഫ്. അതിൻ്റെ 23ൻ്റെ വിശദീകരണം. എയും ദായും ശരി ഉത്തരമാണ്. സിംഗുലർ നൗൺ ഉപയോഗിക്കുമ്പോൾ എയും ദായും ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ഉപയോഗിച്ചാലും ശരിയാണ്, ദാ ഉപയോഗിച്ചാലും ശരിയാണ്. 24. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ എ ASIGNMENT അസൈൻമെൻറ്റ്, ബി ASINEMENT അസൈൻമെൻറ്റ്, സി ASSIGNMENT, ഡി ASINMENT. ആൻസർ ഓപ്ഷൻ സി ASSIGNMENT. 25. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. ഓപ്ഷൻ എ ആർ, ബി വെയർ, സി വാസ്, ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി വാസ്. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് വാസ് നോട്ട് ഗുഡ്.